വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നിത്യ ആദ്യമായി ഞങ്ങളോട് സംസാരിക്കുന്നത് കോളേജിൻ്റെ ലാസ്റ്റ് ഡേയിലാണ്. ആദ്യം കണ്ടപ്പോൾ തോന്നി അഹങ്കാരത്തിന് കൈയും കാലും വെച്ചോളാണെന്ന്. പിന്നെ പയ്യെ പയ്യെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി അവളെക്കാൾ പാവം വേറെ ആരുമില്ല. ഒരു പൊട്ടിപ്പെണ്ണ്. ഇന്നെനിക്ക് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നായി. അവൾക്ക് ഞാൻ. യെസ്, ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇത് ഞങ്ങളുടെ കഥയാണ്. ഇതൊരു കളിച്ചിട്ടില്ലോ. എപ്പോ നോക്കില്ല സിഗരറ്റ് വലി. ചായ കുടിക്കും. കുടിക്കല്ലേ? ഇങ്ങനെ എപ്പോഴും വിളിച്ചാൽ ഞാൻ വരണമെന്നില്ല കേട്ടാ. അതെന്താടാ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പുറത്തോണ പരിപാടിയൊക്കെ ആയിട്ട്. ആ പോയാലല്ലേ ഉള്ളൂ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇതും കൂടെ കൂട്ടിക്കൊള്ളത്തെ 5ാമത്തെ പരിപാടിയല്ലേ? ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ. ആ എന്നാ ഇത്തവണ എന്തായാലും ഞാൻ പോകും കേട്ടാ. കണ്ടാ മതി. അല്ല ഇനി നീ എങ്ങാനും വല്ല കൂടോത്രവും? ആടാ ഞാനാ ചെയ്തേ. നീ പോയാ പിന്നെ എന്നെ ആരെങ്കിലും കൊണ്ട് നടക്കും. അതുകൊണ്ട് ഞാനാ എല്ലാം ചെയ്തേ. ഇപ്രാവശ്യം മുട്ടയിലാ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ. നീ ശരിക്കും പോവോ? പോവോ ശരിക്കും? പോകുന്നേ. ഒരു സെൽഫി എടുത്താലോ? എടുക്കാം. ഓക്കെ. പറമോളെ, എല്ലാം എടുത്തില്ലേ? ആ എടുത്തു എന്നാ തോന്നണേ. 8:30-ക്കല്ലേ ബസ്? ഇറങ്ങാറായില്ലേ? ആ ഇറങ്ങി. ടെൻസ്ഡ് ആവരുത്. ബി റിലാക്സ്ഡ് ആൻഡ് ഫീൽ കോൺഫിഡൻറ്റ്. എല്ലാം ശരിയാവും. എത്തിയിട്ട് വിളിക്കണം. ഞാൻ വിളിക്കാം. ഓക്കെ. ആദി എങ്ങോട്ടാ രാവിലെ തന്നെ? എന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടോ? അങ്ങോട്ട് പോവാം. വാ കയറി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ബസ് പോരും. സമയമായി, ഞാൻ പൊക്കോ. നീ ചേട്ടാ ഈ തിരക്കുള്ള ബസ്സിലൊക്കെ കയറിയിട്ട് നീ എന്നെത്താനാണ്? വാ കയറ്. കുഴപ്പമില്ല, നീ പൊക്കോ. കിരണേ. ആ ശ്യാമേട്ടാ, സുഖല്ലേ? സുഖം. എടാ നീ വരണണ്ടാ? വേണ്ടടാ, നീ പൊക്കോ. എന്നാ നീ എന്നെ ആ ടൗണിലേക്ക് ഒന്നാ. വാ കയറ്. ശരി, ഓക്കേടാ, ബൈ. നീ നല്ലയാളാ. നീ എത്ര നിർബന്ധിച്ചാലും അവൻ ബൈക്കിൽ കയറാൻ പോകുന്നില്ല. എന്താ
അവൻ എന്ന ആക്സിഡന്റിന് ശേഷം ബൈക്ക് കയറാറുമില്ല, അത് ഓടിക്കാറുമില്ല. ഓ അവൻ ആ ഫ്രണ്ടിന്റെ കൂടെ പോയപ്പോണ്ടായ ആക്സിഡന്റ് അല്ലേ? അതേന്നെ, പാവ പെൺകുട്ടിക്ക് ഇപ്പൊ നടക്കാൻ വയ്യ. ഓ പാവം. ഉം. മോളെ ആ ശരി. ശരി കേട്ടോ. എന്തായടാ? നേരിട്ട് പറഞ്ഞാൽ പോരെ? മതി, നേരിട്ടാണെന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ബി വെയിറ്റിംഗ്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഏട്ടാ ആ എന്തായി? നേരിട്ട് കാണാന്ന് പറഞ്ഞു. സെറ്റാക്കി ഞാൻ ചെലവിൻ്റെ കാര്യം പറയാൻ മറക്കണ്ട അവനോട്. പറഞ്ഞേക്കാം. ചെലവ് അവനൊരാൾ അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. അമ്മയോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതും പറഞ്ഞിട്ട് അടുത്തോട്ട് വരരുതെന്ന്. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് എത്ര പെട്ടെന്ന് നീ അത് പറഞ്ഞു തീർത്തു. ഇടയ്ക്കെങ്കിലും നിനക്ക് തോന്നിയിട്ടില്ലേ മോളെ നിന്റെ ഈ ഗതികേടിന് കാരണം അവനാണെന്ന്? അമ്മയ്ക്ക് തോന്നിയത് മാത്രം പറഞ്ഞാൽ മതി. എന്റെ മനസ്സിലുള്ളത് പറയാൻ നിൽക്കണ്ട. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? എന്തിനാ ചുമോളെ പഴയ കാര്യങ്ങളൊന്നും വേദനിപ്പിക്കണേ? നിനക്കത് പറയാം. ഓടിച്ചാടി നടക്കേണ്ട എന്റെ കൊച്ചിനെ അവനിങ്ങനെ. ഞാനിനി ഒന്നും പറയില്ല, പോരെ? മോളെ എനിക്ക് ഏയ് അത് വിടടൂ. നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാന്നല്ലേ? ഈ പറച്ചിലൊക്കെ ഉള്ളൂ, ആള് വെറും പാവ. എനിക്കറിയാം ഏട്ടാ. അയ്യേ നീ കരയാ? ഏട്ടനൊരു കാര്യം മോളോട് ചോദിക്കട്ടെ? എന്താ? അമ്മ പറഞ്ഞതുപോലെ മോക്കും തോന്നാറുണ്ടോ? അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, ആ സംഭവത്തിന് ശേഷം എൻ്റെ പഴയ നിത്യനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ശരി ഏട്ടൻ പറഞ്ഞത്. ചില നേരത്തൊക്കെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങ് മുങ്ങിപ്പോവും. ഒരു തരത്തിൽ പറഞ്ഞ എല്ലാവരും മരവിപ്പാണ്. അപ്പൊ ഞാൻ അവനെ പറ്റി ആലോചിക്കും. അവനെല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ മരിച്ച പോലെയാ. ഏട്ടനിപ്പോ പറഞ്ഞില്ലേ ആ സംഭവത്തിന് ശേഷം ഞാൻ ആകെ മാറിപ്പോയെന്ന്. പക്ഷെ അവൻ ആ സംഭവത്തിന് ശേഷം ജീവിക്കാൻ തന്നെ മറന്നുപോയി. അവൻ മനസ്സ് തുറന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ ഗതി വന്നത് അവൻ കാരണമാണെന്നുള്ള കുറ്റബോധം കൊണ്ട് അവന്റെ ജീവിതം തന്നെ അവൻ നശിപ്പിക്കുക. തെറ്റെന്റെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കാലുകളാണെങ്കിൽ അവൻ നഷ്ടപ്പെട്ടത് അവനെ തന്നെ. അറിഞ്ഞോ അറിയാതെയോ അതിന് ഞാനും കൂടെ ഉത്തരവാദിയാണെന്ന് ഓർക്കുമ്പോഴ മതി സിൻ്റെ നോക്കി, എൻ്റെ മോള് കണ്ണൊക്കെ തുടച്ച് സുന്ദരിയായിരിക്കും. ഓക്കെ? ദേ, അപ്പൊ ചെലവിൻ്റെ കാര്യം മറക്കണ്ട. ഓക്കെ?
വാ. ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനേ അവളെ വിളിച്ചിട്ട് വരാം. ഓക്കെ. പൊക്കോ പൊക്കോ. Give me the good news, Adi. Really? I'm happy for you. Congrats. താങ്ക് യു. താങ്ക് യു നോക്കണ്ട, നല്ല ചെലവ് വേണം. ദേ ഏട്ടനിപ്പം കൂടെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കനത്തിലൊരു ചെലവ് സെറ്റാക്കി വെച്ചു. നോക്കാം. നോക്കാന്നോ? എടാ ദുഷ്ടാ, പാവം എൻ്റെ ഏട്ടൻ. നീ ഇപ്പം അങ്ങ് പോകും, പിന്നെ എൻ്റെ ഏട്ടനെ കാണത്തുള്ളൂ ഞാൻ താങ്ങാൻ. അത് മറക്കണ്ട. എന്താണ് നിനക്ക് സന്തോഷമില്ലാത്തേ? നിനക്ക് ഈ ജോലി ഇഷ്ടമായില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ലടോ. ഇന്നും ഇന്നലെ ഒന്നും അല്ല ഇതിനെ ഞാൻ കാണാൻ തുടങ്ങിയത്. എന്താ പറ. ഇനി അങ്ങോട്ടൊരു താങ്ങായിട്ട് നിനക്ക് ഞാൻ മാത്രം പോരെ. എനിക്ക് നീ, നിനക്ക് ഞാനും. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്നും മറക്കാൻ ആഗ്രഹിക്കുന്ന നശിച്ച ദിവസത്തിന് ശേഷം എനിക്ക് നിന്നോട് വെറും കുറ്റബോധം മാത്രമായിരുന്നു. എൻ്റെ ആ തെറ്റ് കാരണം നീ ദിവസങ്ങൾ കടന്നു പോകും തോറും അതിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് വെറുക്കാൻ തുടങ്ങി. ഈ ഡിപ്രഷൻ്റെ ഒരു എക്സ്ട്രീം എന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാം ഒറ്റയടിക്കങ്ങ് അവസാനിപ്പിച്ചാലെന്ന് വിചാരിച്ച. ആ നേരത്തൊക്കെ എനിക്കൊരു റിലീഫ് എന്ന് പറയാൻ ഒന്നേന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീയായിരുന്നു. നിന്നെ കാണുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ, ദേ ഇങ്ങനെ നിന്നോട് ഇരിക്കുമ്പോൾ ഐ ഫീൽ ഗുഡ്. മോറോവർ ഐ ഫീൽ അലൈവ്. എനിക്ക് നീല പറ്റില്ലടോ. ഞാൻ ശ്രമിച്ചു, ബട്ട് ഐ fall in love with you. സമയം ഒരുപാടായതി, എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. നിത്യ, ഏട്ടാ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഏട്ടൻ കൊണ്ടായിക്കോളൂ. ആദ്യം വേഗം വീട്ടിൽ പോവാൻ നോക്ക്. വഴികളിലെ ഏകാന്ത സന്ധ്യ മിഴിയണയും ദൂരത്തു നീ, കനവുകളിൽ എന്നെന്നും ഓർക്കാൻ ഇനി വരുമോ അരികത്തു നീ. കാൽച്ചിലങ്ക പോലെ കാലിലെ താളം, നീർമണികൾ വീശും കാറ്റിൽ നീ വന്നെങ്കിൽ. വഴികളിലെ ഏകാന്ത സന്ധ്യ മിഴിയണയും ദൂരത്തു നീ, കനവുകളിൽ എന്നെന്നും ഓർക്കാൻ ഇനി വരുമോ അരികത്തു നീ. നിമിഷമായി ഒഴുകിയോ കൺമുന്നിലൂടെ, പൊഴിയുമീ മാറിപ്പോ
കാലമായി ഒഴുകിയോ കൺമുന്നിലൂടെ പൊഴിയുമീ മാറിപ്പോ എന്മേലെ നീ ആരാരും കാണാതെങ്ങോ ദൂരത്തെത്തിപ്പോകല്ലേ ഒന്നൊന്നും മിണ്ടാതെന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ ആരാരും കാണാതെങ്ങോ ദൂരത്തെത്തിപ്പോകല്ലേ ഒന്നൊന്നും മിണ്ടാതെന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ ഓ വഴികളിലെ ഏകാന്ത സന്ധ്യ മിഴിയണയും ദൂരത്തു നീ കനവുകളിൽ എന്നെന്നും ഓർക്കാൻ ഇനി വരുമോ അരികത്തു നീ കാൽച്ചിലങ്ക പോലെ കാലിലെ താളം നീർമണികൾ വീശും കാറ്റിൽ നീ വന്നെങ്കിൽ വഴികളിലെ മിഴിയണയും കനവുകളിൽ ഇനി വരുമോ അരികത്തു നീ ആ അല്ല ഇത് ആരാ അമ്പലത്തിലൊക്കെ? ഏട്ടാ ഉം. എനിക്ക് വേഗം വീട്ടിൽ പോണം. അല്ല മോളെ, ഏട്ടനോടല്ലേ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോണമെന്ന്. അവള് പറഞ്ഞു കേട്ടില്ലേ, നീ വരാൻ നോക്ക്. നിത്യ, ഞാനതിൻ്റെ ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞു പോയതാ. അതിനിങ്ങനെ ശിക്ഷിക്കല്ലേ. ലൈഫിൽ പലതും സഹിക്കാനുള്ള ശേഷി എനിക്ക് പോണ്ട്. പക്ഷേ ക്ഷമിച്ചുകൂടെ നിനക്ക് എന്നോട്? ഏട്ടാ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവും. മറ്റാരെക്കാൾ നിത്യയുടെ അവസ്ഥയെ കാരണം ഞാൻ മാത്രം. അതിന് ഞാൻ എത്ര ക്ഷമിച്ചാലും ഒന്നും പഴയതൊരാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അമ്മ സങ്കടപ്പെടുമ്പോൾ തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാനും ഇത് ആലോചിച്ചില്ലാതാക്കൊണ്ടിരിക്കുക. സമാധാനമായിട്ട് തുടങ്ങിയിട്ടും ഒരുപാട് നാളായി അമ്മ. സത്യം. ഇനിയും കൂടെ തന്നെ വേണ്ടെങ്കിൽ നിങ്ങളാരുടെ മുന്നിൽ ഞാൻ വരില്ല. അവളുടെ ജീവിതത്തിലും ആദി ഏട്ടാ ഏട്ടാ എന്താ മോളെ? ഏട്ടാ ആ പറഞ്ഞോ. എനിക്ക് പഴയ നിത്യയാവണം. എനിക്കാവണം ഏട്ടാ. ട്രൈ ചെയ്ത് എനിക്ക് പറ്റിയിട്ടില്ല ഏട്ടാ.
ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞത്. എനിക്ക് നന്നായിട്ടറിയാം വെറും സഹതാപത്തിന് പുറത്തുള്ള സ്നേഹമൊന്നുമല്ല നിനക്ക് എന്നോടുള്ളതെന്ന്. പക്ഷേ നിനക്കൊരു ഭാരമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊക്കെ. നീ എന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ യു ഫീൽ അലൈവ് എന്ന്. അതുപോലെ നീയും എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതം ഒന്നിച്ച് നടക്കാൻ പറ്റുന്നൊരു തോന്നല്, ഒരു വിശ്വാസം. കുറെ സഹിച്ചില്ല നമ്മള്, ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിച്ചൂടെ? മിസ്റ്റർ ആദിത്യ, I do have fallen in love with you.